ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. NIOS പറ്റി നിങ്ങൾ അറിയേണ്ടതെല്ലാം ഒരു വ്യക്തി പ്രത്യേകിച്ച് 10ാം ക്ലാസ് +2 സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, വിദ്യ കയ്യിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന, വിജയം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. NIOS അതായത് നമുക്കറിയാം, വിദ്യ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠനം പാതി വഴിയിലും മുടങ്ങിപ്പോയവർക്ക്, അതുപോലെ തന്നെ മുന്നോട്ട് പഠിക്കാൻ പറ്റാതായി പോയവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് NIOS എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് 10ാം ക്ലാസ് അതുപോലെ തന്നെ +2 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു ബൂൺ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ ഈ എന്താണ് NIOS, എന്തുകൊണ്ട് NIOS, ഇതിന്റെ രീതികൾ എന്തൊക്കെയാണ്, പ്രായപരിധി എന്തൊക്കെയാണ്, ഒരു വ്യക്തി NIOS എന്താണെന്ന് ഇങ്ങനെ അറിഞ്ഞു തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് പഠിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി കാണാം. ആൻഡ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ NIOS എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ, NIOS. ഇതാണ് NIOSന്റെ പൂർണ്ണരൂപം. 1989 ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ചേർന്ന് നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ്, ഒരു സംരംഭമാണ് NIOS എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയവർക്കും, ഈ പറഞ്ഞതുപോലെ പൂർത്തിയാക്കാൻ പറ്റാതായി പോയവർക്കും, തുടർന്ന് പഠിക്കാൻ പറ്റാതായി പോയവർക്കും ഒക്കെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 എഴുതിയെടുക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. നല്ലൊരു ചോയ്സ് ആണ് NIOS എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണോ, ഇതിന് വാലിഡിറ്റി ഉണ്ടോ, ഇത് ഇക്വാലന്റ് ആണോ മറ്റ് 10ാം ക്ലാസ് +2 സർട്ടിഫിക്കറ്റിനോട് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അവിടെയാണ് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആവുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള ഒരു ബോർഡാണ് NIOS എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ചേർന്നിട്ടാണ് ഈ ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് വാലിഡിറ്റി ഉണ്ട്, ഇത് ഇക്വാലന്റ് ആണ് നമ്മുടെ നോർമൽ റെഗുലർ സ്കൂളിംഗിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റും ആയിട്ട്. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ സ്കൂൾ സമ്പ്രദായമാണ്. നമുക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞ് നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കോമൺ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്കൂളിൽ പോയിരുന്ന് പഠിക്കലോ, ഒരു ടീച്ചറുടെ മുമ്പിൽ ഇരുന്ന് പഠിക്കലോ, നോട്ട് എഴുതി അസൈൻമെന്റ് ഒക്കെ വെച്ച് അത് ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല. അവിടെയാണ് ഈ NIOSന്റെ ഓപ്പൺ സ്കൂൾ സമ്പ്രദായം ഇമ്പോർട്ടന്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റെഗുലറായി ക്ലാസ്സിൽ പോകാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. വിദ്യാഭ്യാസം വീട്ടിലിരുന്ന് സ്വന്തം പഠിച്ച് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിച്ച് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി NIOS തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ തന്നെ തുല്യത, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ എക്സാമുകൾ, അങ്ങനെ ഒരുപാടുണ്ട്. 10ാം ക്ലാസ്സും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ മറ്റു ഓപ്ഷനുകൾ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് NIOS, എന്താണ് NIOSന് ഇത്രയും പ്രത്യേകതയുള്ളതാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. NIOS തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം കൂടിയാണ്, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠനം പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പം ഞാൻ NIOS 10ാം ക്ലാസ് എഴുതാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കത് എന്ത് ചെയ്യാം, എൻ്റെ പഠനം പൂർത്തിയാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതൊരു ഓപ്ഷനാണ്. 2, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ 10ാം ക്ലാസ്സിലോ +2ലോ റെഗുലർ ആയിട്ട് പോകുന്ന ഒരാൾക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല. NIOSൽ അത് പറ്റും. മൂന്നാമത്തത്, ഒരു വർഷത്തിൽ 2 ബാച്ചുകളായാണ് എക്സാം നടക്കുക. ഒന്ന് ഏപ്രിൽ ബാച്ചും 2 ഒക്ടോബർ ബാച്ചും. അതായത് ഒരു വർഷം നമ്മൾ പറഞ്ഞു, കോഴ്സ് 6 മാസം കൊണ്ടാണ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം NIOSന്റെ എക്സാം ഉണ്ടാവും. ഒന്ന് ഏപ്രിൽ ബാച്ച് ആയിരിക്കും, ഒന്ന് ഒക്ടോബർ ബാച്ച് ആയിരിക്കും. ഇനി അടുത്തൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതായത് നമ്മൾ പറയുന്നു 6 മാസം കൊണ്ട് നമുക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റും. അതായത് രജിസ്റ്റർ ചെയ്ത് തൊട്ടടുത്ത് വരുന്ന എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് 6 മാസ കാലയളവിൽ നമുക്ക് ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും. ഇനി അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്നുണ്ട് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ അത് ഏറ്റവും വലിയ ബൂണാണ്, ഇവിടെ 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ 5 വർഷം നമുക്ക് ഇതിന് കാലാവധി ഉണ്ട്. അതായത് 5 വർഷം വരെ നമുക്ക് ഈ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കാം.
ആദ്യത്തെ പ്രാവശ്യം ഇപ്പം 2026 ഏപ്രിൽ ബാച്ചിലേക്ക് ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു. ഏപ്രിൽ ബാച്ചിലെ എക്സാം എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എല്ലാ സബ്ജക്റ്റും ജയിക്കാൻ പറ്റിയില്ല. അപ്പം അടുത്ത് വരുന്ന ഒക്ടോബർ ബാച്ചിൽ എനിക്ക് എഴുതാം. അങ്ങനെ 5 വർഷം വരെ എനിക്ക് എഴുതാം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ കാലാവധി 5 വർഷമാണ്. ആൻഡ് ഓരോ ബാച്ചിന്റെയും എക്സാം നടക്കുന്നതിന് 6 മാസം മുമ്പായിട്ട് ആ ബാച്ചിന്റെ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു എക്സാം നടക്കുന്നതിന്റെ 6 മാസം മുന്നോടിയായിട്ട് ആ ബാച്ചിന്റെ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ. ഫോർ എക്സാമ്പിൾ, ഏപ്രിൽ 2026 എക്സാമിന്റെ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ഈ മാസം സെപ്റ്റംബർ 15 ക്ലോസ് ആവും. ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഫൈനോട് കൂടിയുള്ളതാണ്. ആൻഡ് ഇനി പാസ്സായ വിദ്യാർത്ഥികൾക്ക് എല്ലാ അംഗീകൃത കോഴ്സുകൾക്കും, ഒരിക്കൽ കൂടി പറയാണ്, എല്ലാ അംഗീകൃത കോഴ്സുകൾക്കും ജോലിയിലും അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, 6 സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് നമുക്ക് 5 മുതൽ 6 സബ്ജക്റ്റ് വരെയാണ് 10ാം ക്ലാസ്സിലും +2ലും പഠിക്കേണ്ടതുള്ളത്. അപ്പം എന്ത് സംഭവിക്കും? നമുക്കൊരു പേടി ഉണ്ടാവും. 10ാം ക്ലാസ് റെഗുലർ പഠിക്കുന്ന ഒരു 10 സബ്ജക്റ്റ് പഠിക്കുന്നു, ഞാൻ 5 മുതൽ 6 സബ്ജക്റ്റ് വരെ പഠിക്കുന്നുള്ളൂ. അപ്പം ഇത് ഈക്വൽ ആണോ, എനിക്ക് മറ്റു കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാൽ ആ ഒരു ക്വസ്റ്റ്യന്റെ ആവശ്യമില്ല. എല്ലാ അംഗീകൃത കോഴ്സുകൾക്കും ജോലികൾക്കും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. +2 വിജയകരമായി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, IT കോഴ്സുകൾ, ഈ 3 പോലെ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നിർബന്ധമായിട്ടും 6 വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതായത് NIOSന്റെ ബോർഡിന്റെ റൂൾ അനുസരിച്ച് നമുക്ക് 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 12ത്തിലും എന്ത് ചെയ്യാം? 5 സബ്ജക്റ്റുകളാണ് മിനിമം 5 സബ്ജക്റ്റുകളാണ് നമ്മൾ എടുത്ത് പഠിക്കേണ്ടത്. അതിൽ ലാംഗ്വേജ് ഉണ്ടാവും. അതായത് ഇംഗ്ലീഷ് ആണ് ഫസ്റ്റ് ആയിട്ട് ലാംഗ്വേജ് വരിക, പിന്നെ വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും. ഇനി 3 വിഷയങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കണം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 6 സബ്ജക്റ്റ് എടുത്താലാണ് നമുക്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഒക്കെ അനുമതിയോടെ കയറാൻ പറ്റുന്നുണ്ടാവുക. എന്നാലാണ് അത് ഇക്വലന്റ് ആവുക. 5 സബ്ജക്റ്റ് എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് NIOS 10 +2 ഒക്കെ പാസ്സാവാൻ പറ്റും. പക്ഷെ യുക്തി എന്താണ്? 6 സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നതാണ് ഉത്തമം, അല്ലേ? അതാണ് നല്ലത്. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. ഇനി ഇത്രയാണ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് NIOS പഠിക്കാനുള്ള പ്രായപരിധിയാണ്. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, എനിക്കിപ്പോൾ ഒരു 50-55 വയസ്സായി, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ പ്രായം എന്നെ അനുവദിക്കുന്നില്ല. അത് നമ്മുടെ മനസ്സിനുള്ളിലുള്ള തോന്നലാണ്. 55 വയസ്സിൽ പഠിക്കാൻ പോവുക. പക്ഷേ NIOS നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രായപരിധി മുന്നോട്ടേക്കില്ല. അതായത് 10ാം ക്ലാസ് പഠിക്കാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 14 വയസ്സാണ്. 14 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്കും 10ാം ക്ലാസ് പഠിക്കാം. NIOS 10ാം ക്ലാസ് പഠിക്കാം. ആൻഡ് ഇതിന് മുന്നോട്ടേക്ക് പ്രായപരിധിയില്ല. നിങ്ങൾ 50 വയസ്സോ 60 വയസ്സോ 70, 90, 100 ഉള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് അതിൽ ഒരു തരത്തിലുള്ള പ്രായപരിധിയും ഇല്ല. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 13 സബ്ജക്റ്റുകളുള്ള ഒരു പൂളായിരിക്കും ഉണ്ടാവുക. 13 സബ്ജക്റ്റുകളുള്ള ഒരു പൂളായിരിക്കും. അതിൽ നിന്നാണ് 5 അല്ലെങ്കിൽ 6 വിഷയങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ്. 6 വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞത്. കാരണം 6 വിഷയങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനും അതുപോലെ തന്നെ എല്ലാ ജോലികളിലേക്കൊക്കെ ഒരു ആക്സസ് കിട്ടുന്നത് 6 വിഷയങ്ങൾ ഉണ്ടെങ്കിലാണ്. അപ്പം ഈ 13 എണ്ണത്തിൽ നിന്ന് നമ്മൾ 6 വിഷയം തിരഞ്ഞെടുക്കുകയാണ്. 10ാം ക്ലാസ്സിന്റെ പബ്ലിക് എക്സാം ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് മീഡിയം, നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷയുടെ മീഡിയം ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. അതായത് ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ കാണാം, മലയാളത്തിലും ക്വസ്റ്റ്യൻ കാണാം. നിങ്ങൾക്ക് ഉത്തരങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആൻസർ ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്യുന്ന മീഡിയം ഏതാണ് അതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. നമുക്കറിയാം, നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഇംഗ്ലീഷിൽ ഒരു ചില എല്ലാവർക്കും എന്നല്ല, എന്നാലും നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കുറവുള്ളവരുണ്ടാകാം. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മലയാളം എന്നുള്ള വലിയൊരു ഓപ്ഷനും കൂടെ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി 10ാം ക്ലാസ്സിന്റെ സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞു. 13 സബ്ജക്റ്റുകളുള്ള ഒരു പൂളിൽ നിന്നാണ് നമ്മൾ 6 സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഈ മലയാളം, ഹിന്ദി എന്ന് എഴുതിയിട്ടുള്ളത്. ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം, ഹിന്ദി, സംസ്കൃതം അങ്ങനെ ഒരുപാട് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് മലയാളമോ ഹിന്ദിയോ ചൂസ് ചെയ്യുന്നതാണ്. ഈ 5 വിഷയങ്ങളോ 6 വിഷയങ്ങളോ എന്ന് പറയുമ്പോൾ 6 വിഷയം ചൂസ് ചെയ്യാൻ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളമോ ഹിന്ദിയോ ചൂസ് ചെയ്യാൻ പറയുന്നത്. ഇനി ബാക്കിയുള്ള സബ്ജക്റ്റുകൾ
ഇത്രയാണ് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഒന്ന് മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ സയൻസ്, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഹോം സയൻസ്, ബേസിക് കമ്പ്യൂട്ടിംഗ്, സൈക്കോളജി, ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. ഇതിൽ നിന്ന് നമ്മൾ എത്രണ്ണം സെലക്ട് ചെയ്യണം? 4 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യണം. കാരണം എന്താണ്? 2 സബ്ജക്റ്റുകളായിട്ട്, ഒന്നാം സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷും രണ്ടാം സബ്ജക്റ്റ് ആയിട്ട് സെക്കൻഡ് ലാംഗ്വേജും പോയി. ഇനി ബാക്കി വരുന്നതിൽ നിന്ന് 4 സബ്ജക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഇനി +2 പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് നിർബന്ധമായിട്ടും വിജയിച്ചിട്ടുണ്ടാവണം. 10ാം ക്ലാസ് കമ്പൽസറി ആണ്. എന്നാൽ മാത്രമാണ് നമുക്ക് +2ന് ജോയിൻ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ 17 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുക. മുന്നോട്ട് പ്രായപരിധിയില്ല. 10ാം ക്ലാസ് തന്നെയാണ് പോലെ തന്നെയാണ് 50, 60, 70, 80 വയസ്സായിക്കോട്ടെ. 17 വയസ്സ് തികയുമ്പോൾ മുതൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിന് അപേക്ഷിച്ച് പരീക്ഷ എഴുതാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. +2 പരീക്ഷയ്ക്ക് പ്രധാനമായും ഭാഷ ഉൾപ്പെടെ 17 വിഷയങ്ങൾ ഉണ്ടാവും. ഭാഷ, ലാംഗ്വേജ് ഉൾപ്പെടെ +2 പരീക്ഷയ്ക്ക് 17 വിഷയങ്ങളുള്ള ഒരു പൂളായിരിക്കും ഉണ്ടാവുക. അതിൽ നിന്നാണ് നമ്മൾ 5ഓ 6ഓ സബ്ജക്റ്റുകൾ എടുക്കേണ്ടത്. വിഷയങ്ങൾ ഉണ്ടാവുന്ന പറയുമ്പോൾ 17 സബ്ജക്ട് നിങ്ങൾ പഠിക്കണമെന്നല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതാണ് നമ്മൾ NIOS തിരഞ്ഞെടുക്കാനുള്ള കാരണത്തിൽ പറഞ്ഞൊരു കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുള്ള ഒരു ഓപ്ഷൻ NIOS തരുന്നുണ്ട്. അതിൽ നിന്നും 5 വിഷയങ്ങൾ അല്ലെങ്കിൽ 6 വിഷയങ്ങൾ, ഐഡിയൽ എത്രയാണ്? 6 വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. +2 പരീക്ഷ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാൻ സാധിക്കും. അതായത് ഇവിടെ എന്തൊരു ട്രബിൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ ഉത്തരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം. പക്ഷെ +2ന്റെ ചോദ്യ പേപ്പറിൽ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. 10ാം ക്ലാസ്സിന്റെ ചോദ്യ പേപ്പറിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ +2ന്റെ ചോദ്യ പേപ്പറിൽ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഉത്തരങ്ങൾ മലയാളത്തിലും എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിലവിൽ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് +2 പഠിക്കണമെങ്കിൽ 1 വർഷത്തിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, +2 പഠിക്കണമെങ്കിൽ 1 വർഷത്തിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ വർഷം, ഇപ്പം ഈ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ മാർച്ചിൽ ക്ലോസ് ചെയ്ത 2025 മാർച്ചിൽ 10ാം ക്ലാസ് പൂർത്തിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പൊ തന്നെ +2ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. 1 വർഷത്തിന് ശേഷമായിരിക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഇനി ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റിയാണ് പറയുന്നത്. അഡ്മിഷൻ പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴിയാണ് നടക്കുന്നുണ്ടാവുക. അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ഒരു ID കാർഡ് ലഭിക്കും. അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ID കാർഡ് ലഭിക്കുന്നുണ്ടാവും. പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പോഴും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴും ഈ ID കാർഡ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവണം. ഒന്ന്, എപ്പോഴൊക്കെയാണ് ഇത് കയ്യിലുണ്ടാവേണ്ടത്? ഒന്ന്, പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പോഴും, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഏറ്റവും അവസാനം ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ ഈ ID കാർഡ് ഉണ്ടാവണം. അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ ID കാർഡിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ വെബ്സൈറ്റ് വഴി തിരുത്താനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇനി ഈ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. തെറ്റൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്ന, ഫൈനൊക്കെ കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പൊ അങ്ങനെ ഒരുപാട് ട്രബിൾ ഉണ്ടാവുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ മുതൽ, അതായത് നിങ്ങൾക്ക് ഈ NIOSൽ ജോയിൻ ചെയ്യുന്ന മുതൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന വരെയുള്ള ആ ഹോൾ ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏൺ മാർക്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നീ ഒരു മീൻ ടൈമിൽ ഓർപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് തെറ്റില്ലാതെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഏൺ മാർക്സിനെ വിശ്വസിക്കാം. ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ ഹെൽപ്പ് സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആണ് എങ്കിൽ ഒരു തെറ്റും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ്ലി ഏറ്റവും വൃത്തിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും. ആൻഡ് അഡ്മിഷൻ പ്രോസസ്സിൽ മാത്രമല്ല, ബാക്കി സബ്ജക്ട് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും, പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്ന കാര്യത്തിലാണെങ്കിലും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അക്കാദമിക് കൗൺസിലിംഗ്, 1-to-1 കൗൺസിലിംഗ്, എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഒപ്പം ഈ ഒരു ജേർണി മൊത്തം ഏൺ മാർക്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഓർപ്പിക്കുകയാണ്. സോ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി എക്സാം പാസ്സാവാൻ എത്ര മാർക്സ്? നമുക്ക് വലിയൊരു ഡൗട്ടാണ്. എത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് എക്സാം പാസ്സാവുക? NIOS +2 പാസ്സാവാൻ എത്ര മാർക്ക് വേണം? നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്തയാണ് അല്ലേ? ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചു, പക്ഷെ ഇത് നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം ആണോ നമുക്ക് നോക്കാം അല്ലെ? എക്സാം പാസ്സാകാൻ വേണ്ടത് 100ൽ 33 മാർക്കാണ്. അതായത്
33 മാർക്ക് നിങ്ങൾക്ക് 100 ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ NIOSന്റെ, അതായത് ഓരോ സബ്ജക്റ്റിനും ലഭിക്കണം കേട്ടോ. അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 5-6 സബ്ജക്റ്റുകൾക്ക് ഈ 100-ൽ 33 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. തിയറി പേപ്പറിന്റെ ടോട്ടൽ മാർക്ക് 80-ലാണ്. അതായത് ഈ 100-നെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 20, 80. ഈ 80 എന്ന് പറയുന്നത് തിയറി പേപ്പറിന്റെ മാർക്കാണ്, 20 എന്ന് പറയുന്നത് TMA എന്ന് പറഞ്ഞിട്ടൊരു മാർക്കാണ്. അതായത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ട്യൂട്ടേഴ്സ് നമുക്ക് അസൈൻ ചെയ്ത് തരുന്ന മാർക്കാണ്. ഇത് നമുക്ക് പ്രൊജക്റ്റ്, അസൈൻമെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 20 മാർക്ക് എന്നത് അസൈൻമെന്റിന്റെയും പ്രൊജക്ടിന്റെയും മാർക്കാണ്. ബാക്കി 80 മാർക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരീക്ഷ എഴുതി വാങ്ങേണ്ടത്. ഈ 80-ൽ നമ്മൾ വാങ്ങേണ്ട മാർക്ക് 26-ആണ്. വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. അതായത് 100 മാർക്കിലാണ് നമുക്ക് ഈ ഒരു ഓരോ സബ്ജക്റ്റും ഉണ്ടാവുക. അതിൽ 80 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഉത്തരം എഴുതി കൊടുക്കണ്ട, നമ്മൾ റിട്ടേൺ എക്സാം എഴുതേണ്ടത് 80 മാർക്കിലാണ്. ബാക്കി 20 മാർക്ക് നമുക്ക് CE മാർക്ക് പോലെയാണ്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു CE മാർക്ക് പോലെയാണ് നമുക്ക് ട്യൂട്ടേഴ്സ് അസൈൻ ചെയ്ത് തരുന്നതാണ്. ഈ 80-ൽ നമ്മുടെ എഴുത്ത് പരീക്ഷയിൽ നമ്മൾ നിർബന്ധമായിട്ടും 26 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു പേപ്പർ ക്ലിയർ ചെയ്ത് കിട്ടുള്ളൂ. 20-ൽ നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് എങ്ങനെ കിട്ടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ മാർക്ക് കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കേരളത്തിൽ ഇടുക്കി ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും നമുക്ക് എക്സാം സെന്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി NIOS പഠിക്കണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന ഒരു ആള്, നമ്മൾ ഇതിങ്ങനെ അറിഞ്ഞു വരുന്ന ഒരു സമയത്ത് റീജിയണൽ സെന്റർ എന്താണ്, സ്റ്റഡി സെന്റർ എന്താണ്, എക്സാം സെന്റർ എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ ഭയങ്കര ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താണ് റീജിയണൽ സെന്റർ, എന്താണ് സ്റ്റഡി സെന്റർ, അതുപോലെ തന്നെ എന്താണ് എക്സാം സെന്റർ എന്ന് പറഞ്ഞു തരുന്നുണ്ടാവും. റീജിയണൽ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എന്ത് സംശയങ്ങൾ ചോദിക്കുവാനും റീജിയണൽ സെന്ററിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ റീജിയണൽ സെന്ററുകളാണ് ഉണ്ടാവുക. അതായത് ഒരു സംസ്ഥാനത്തിന്, ഒരു സ്റ്റേറ്റിന് ഒരു റീജിയണൽ സെന്റർ ഉണ്ടാവും. അതിന് ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഈ ഒരു റീജിയണൽ സെന്റർ, കേരളത്തിലെ റീജിയണൽ സെന്റർ കൊച്ചിയിലാണ്. ഓക്കെ, ഇനി എന്താണ് സ്റ്റഡി സെന്റർ? സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റഡി സെന്റർ ഉണ്ടാവും. അത് അവരവരുടെ ജില്ലയിൽ തന്നെ ആയിരിക്കും. വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ ക്ലാസ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം ഈ ഒരു സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അതായത് അവരവരുടെ ജില്ലയിൽ തന്നെ നമ്മുടെ വീടിനോട് അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ സ്റ്റഡി സെന്റർ ആയിട്ട് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്നുണ്ടാവുക. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസ് അതുപോലെ തന്നെ പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഈ ഒരു സെന്ററിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇനി പബ്ലിക് എക്സാം കഴിഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്നതും ഈ സ്റ്റഡി സെന്ററിൽ തന്നെ ആയിരിക്കും. അതായത് മെയിൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം പാസ്സായി, നമ്മൾ അവർ സന്തോഷപൂർവ്വം നമ്മുടെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നത് എവിടെയായിരിക്കും? ഈ സ്റ്റഡി സെന്ററിൽ തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പബ്ലിക് എക്സാം നടക്കുന്നത് സ്റ്റഡി സെന്ററിൽ വെച്ച് ആയിരിക്കണമെന്നില്ല. അതായത് ഇവിടെയാണ് നമ്മൾ ആദ്യം ഇപ്പം റീജിയണൽ സെന്ററിന്റെ കാര്യം പറഞ്ഞു, രണ്ടാമത് നമ്മൾ സ്റ്റഡി സെന്ററിന്റെ കാര്യം പറഞ്ഞു, ഇനി നമ്മൾ എക്സാം സെന്ററിന്റെ കാര്യം പറയാൻ പോവാണ്. അതായത് ഈ ഒരു സ്റ്റഡി സെന്റർ തന്നെ ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും കിട്ടുന്ന എക്സാം സെന്റർ. ചിലപ്പോൾ ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ എല്ലാ വിദ്യാർത്ഥികളുടെയും എക്സാം സെന്റർ അവരുടെ സ്റ്റഡി സെന്റർ നൽകിയിട്ടുണ്ടാകും. അതായത് നമ്മുടെ എക്സാം സെന്റർ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ എസ്പെഷ്യലി നമ്മൾ ഹാൾ ടിക്കറ്റ് പ്രിന്റ് എടുക്കുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ എക്സാം സെന്റർ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡി സെന്ററും എക്സാം സെന്ററും കൂടുതൽ കേസുകളിലും ഒന്ന് തന്നെ ആകാനും സാധ്യതകളുണ്ട് എന്ന് പറയാണ്. സോ ഇനി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ആവശ്യമായ ഡോക്യുമെന്റുകൾ നമ്മൾ പറഞ്ഞു. അഡ്മിഷൻ പ്രോസസ്സ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ സ്വന്തം അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ മാർക്സിന്റെ ഹെൽപ്പോടുകൂടി തന്നെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നിരിക്കട്ടെ, അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, കുറെ എന്തെങ്കിലുമൊക്കെ സാധനം വേണോ എന്നൊക്കെ. ഇതിന് അങ്ങനെയൊന്നുമില്ല. വളരെ ചുരുങ്ങിയ വിരലിൽ എണ്ണാവുന്ന ഡോക്യുമെന്റ്സ് കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട്, പിന്നെ വേണ്ടത് ആധാർ കാർഡാണ്, മൂന്നാമത് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നാലാമത് വേണ്ടത് സിഗ്നേച്ചർ. ഇത്രയും 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇനി +2 ആണ് നിങ്ങൾ പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അതായത് നമ്മൾ പറഞ്ഞു +2 പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് പൂർത്തിയായിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ +2 പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് വേണം, പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ വേണ്ടത് ആധാർ കാർഡ് വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, അതുപോലെ തന്നെ സിഗ്നേച്ചർ വേണം. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാണ്.
റെഗുലറായി പ്ലസ് ടു പഠിച്ച് പാസ്സായ ഒരു വിദ്യാർത്ഥി 5 വർഷത്തിനുള്ളിലാണ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കും. അതായത് കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം റെഗുലറായിട്ട് ഓൾറെഡി പ്ലസ് ടു പഠിച്ച് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറച്ച് സബ്ജക്റ്റിന് തോറ്റു, 1-2 സബ്ജക്റ്റ് നമ്മൾ തോറ്റു. നമുക്ക് 6 സബ്ജക്റ്റാണ് പ്ലസ് ടു ഉള്ളത്, 4 സബ്ജക്റ്റിനാണ് നമുക്ക് പാസ്സാവാൻ പറ്റിയത്, ബാക്കി 2 സബ്ജക്റ്റ് നമ്മൾ ഫെയിലായി. അപ്പം ഈ ഒരു പ്ലസ് ടു പഠനത്തിന് ശേഷം 5 വർഷത്തിനുള്ളിലാണ് നമ്മൾ ഈ ഒരു NIOSൽ പ്ലസ് ടു പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ പ്ലസ് ടു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് NIOS എടുക്കുന്നത്? പ്ലസ് ടു നമ്മൾ പഠിച്ചു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫെയിൽ ആയി പോയി. അല്ല എങ്കിൽ എന്ത് സംഭവിച്ചു? നമുക്ക് പ്ലസ് ടു പഠിക്കാനേ പറ്റില്ല. അപ്പൊ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? പ്ലസ് ടു നമ്മൾ പഠിച്ചു, പക്ഷെ നമുക്ക് എല്ലാ സബ്ജക്റ്റും ജയിക്കാൻ പറ്റിയില്ല. അപ്പൊ പ്ലസ് ടുവിൽ നമ്മൾ ഓൾറെഡി ജയിച്ച 2 സബ്ജക്റ്റുകളുടെ ക്രെഡിറ്റ് നമ്മൾ NIOSലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ ആ ഫെയിൽഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. ഇനി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ടു ഫെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ റീജിയണൽ സെന്ററിലേക്ക്, അതായത് കൊച്ചിയിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. അതായത് രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പ്ലസ് ടു ഫെയിൽഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് റീജിയണൽ സെന്ററിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെയാണ് എക്സാം എഴുതുന്നതെങ്കിൽ പാസ്സായ 2 വിഷയങ്ങൾ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 6 സബ്ജക്റ്റിൽ നമ്മൾ 4 സബ്ജക്റ്റുകൾ പാസ്സായിട്ടുണ്ട്, 2 സബ്ജക്റ്റാണ് തോറ്റുപോയത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. 4 സബ്ജക്റ്റ് നമുക്ക് NIOSലേക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജയിച്ച 4 സബ്ജക്റ്റിൽ നിന്ന് 2 സബ്ജക്റ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ബാലൻസ് വരുന്ന വിഷയങ്ങളെല്ലാം വിദ്യാർത്ഥികൾ എഴുതിയെടുക്കണം. ബാക്കി വരുന്ന 4 വിഷയങ്ങളും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എഴുതി എടുക്കണം. 10ാം ക്ലാസ് തോറ്റ വിദ്യാർത്ഥികൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതല്ല. 10ാം ക്ലാസ്സിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 10ാം ക്ലാസ്സിന് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. ഇനി ഏറ്റവും വലിയ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് NIOSലെ ഓൺ ഡിമാൻഡ് എക്സാം. എന്താണ് ഓൺ ഡിമാൻഡ് എക്സാം? നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഓൺ ഡിമാൻഡ്, നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച്, എൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഞാൻ പറയുന്ന സമയത്ത് എന്നുള്ളൊരു സാധനം ഉണ്ട്. അതായത് റെഗുലറായി പഠിച്ച് തോറ്റ വിദ്യാർത്ഥികൾക്ക് ഓൺ ഡിമാൻഡ് വഴി പരീക്ഷ എഴുതാൻ സാധിക്കും. അതായത് റെഗുലർ ആയിട്ട് നമ്മൾ പ്ലസ് ടു സ്കൂളിൽ പോയി പഠിച്ച്, പക്ഷേ എന്ത് സംഭവിച്ചു? നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ തോറ്റുപോയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺ ഡിമാൻഡ് വഴി നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഇതിന്റെ എക്സാം നടക്കുന്നത് ഒക്ടോബർ, ഏപ്രിൽ മാസങ്ങൾ ഒഴികെയുള്ള എല്ലാ മാസങ്ങളിലുമാണ്. അതായത് നമുക്കറിയാം NIOSന്റെ 2 ബാച്ചുകൾ വരുന്നത് ഏപ്രിൽ ബാച്ചും ഒക്ടോബർ ബാച്ചുമാണ്. ഈ ഏപ്രിൽ ബാച്ചിലും ഒക്ടോബർ ബാച്ചും ആ മാസങ്ങളിലായിരിക്കും പരീക്ഷകൾ നടക്കുന്നുണ്ടാവുക. ഈ മാസങ്ങൾ ഒഴികെയുള്ള എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാം എഴുതാൻ പറ്റും. അതായത് ഞാൻ ഡിമാൻഡ് ചെയ്യാണ്, എനിക്ക് ഇന്ന മാസം എക്സാം വേണം, അതിനുള്ളൊരു ഓപ്ഷൻ NIOS നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ ഡിമാൻഡ് വഴി വിദ്യാർത്ഥികൾക്ക് 1 വിഷയം അല്ലെങ്കിൽ 4 വിഷയങ്ങളിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. 1 മുതൽ 4 വിഷയങ്ങളിൽ സബ്ജക്ട്സിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. അതായത് നിങ്ങൾ റെഗുലർ ആയിട്ട് പ്ലസ് ടു പഠിക്കാൻ പോയി, എന്ത് സംഭവിച്ചു? 2 വിഷയത്തിന് മാത്രമാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയത്, ബാക്കി 4 വിഷയങ്ങൾ നിങ്ങളുടെ പെൻഡിങ് ആണ്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ, ഇപ്പം 1 വിഷയമാണ് പെൻഡിങ്, 5 വിഷയത്തിന് ജയിച്ചു, 1 വിഷയമാണ് പെൻഡിങ് എങ്കിൽ തുടങ്ങി 4 വിഷയമാണ് പെൻഡിങ് വരെയെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാനുള്ള, അതായത് പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺ ഡിമാൻഡ് പാസ്സാകാനുള്ള മാർക്ക് 100ൽ 33 ആണ്. 33 മാർക്ക് 100ൽ വാങ്ങണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ടാവും, നേരത്തെയും 100ൽ 33 മാർക്ക് വാങ്ങണം എന്നാലേ പാസ്സാവുള്ളൂ എന്ന് തന്നെയല്ലേ പറഞ്ഞേ, അപ്പൊ അതും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളൊരു ചോദ്യം വരും. വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 80 മാർക്ക് റിട്ടേൺ എക്സാമും 20 മാർക്ക് TMA മാർക്കും ആണ് അല്ലേ. പക്ഷെ ഇവിടെ TMA മാർക്ക് എന്ന് പറഞ്ഞൊരു സമ്പ്രദായമില്ല. നമ്മൾ പരീക്ഷ എഴുതേണ്ടത്, നമ്മുടെ എഴുത്ത് പരീക്ഷ 100 മാർക്കിലായിരിക്കും. 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതി തന്നെ 33 മാർക്ക് വാങ്ങണം. അവിടെ നമുക്കൊരു എളുപ്പവഴി ഉണ്ടായിരുന്നു, നമുക്ക് TMA മാർക്കും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 33 മാർക്ക് മതി. അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷയ്ക്ക് 26 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സെറ്റിൽഡ് ആയി. പക്ഷെ ഓൺ ഡിമാൻഡ് എക്സാമിൽ അങ്ങനെ ഒരു ട്രബിൾ കൂടി ഉണ്ട്. അതായത് 100 മാർക്കിന് തന്നെ നിങ്ങൾ പരീക്ഷ എഴുതണം, അതിൽ 33 മാർക്ക് നിങ്ങൾ വാങ്ങാൻ വേണം. ഇനി ഓൺ ഡിമാൻഡ് എക്സാമിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസൈൻമെന്റ് ആൻഡ് പ്രൊജക്ടിന്റെ മാർക്കുകൾ ആഡ് ചെയ്യുന്നതല്ല. സോ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കൊച്ചി, കാലിക്കറ്റ്, കണ്ണൂർ, ട്രിവാൻഡ്രം എന്നീ 4 ജില്ലകളിൽ മാത്രമാണ് എക്സാം നടക്കുന്നുണ്ടാവുക. അതായത്
ഈ ഓൺ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് യൂസസ് ഉണ്ട് നമുക്ക്. അതായത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ നീഡ് അനുസരിച്ച്, നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് എനിക്ക് പുറത്തേക്ക് ഒരു യാത്രയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയാണ്, അപ്പോഴാണ് എൻ്റെ ഡെലിവറി ഡേറ്റ് വരിക. അപ്പോൾ ആ എക്സാം എന്തായാലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഡിമാൻഡ് ചെയ്യാണ്, എനിക്ക് ഈ ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിലല്ലാതെ ഏത് മാസം വേണമെങ്കിലും എനിക്ക് ഡിമാൻഡ് ചെയ്തെടുക്കാം. അവർ കുറച്ച് ഓപ്ഷൻസ് ഓഫ് ലിസ്റ്റ് തരും, ഒരു പൂൾ ഓഫ് ഡേറ്റ്സ് തരും. ആ ഡേറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 2 ഡേറ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് എത്ര പരീക്ഷ എഴുതാനുണ്ട്, 1 മുതൽ 4 വരെ എഴുതാലോ, അതിൽ ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പരീക്ഷകൾ എഴുതാം. പക്ഷേ എവിടെയൊക്കെ ഇതിന്റെ സെന്റേഴ്സ് ഉള്ളൂ? കൊച്ചി, കാലിക്കറ്റ്, കണ്ണൂർ, ട്രിവാൻഡ്രം എന്നീ 4 ജില്ലകൾ മാത്രമേ ഇതിനുള്ളൂ. അപ്പം ഇത്രയും എന്താ പറയുക, വലിയൊരു ഓപ്പർച്യൂണിറ്റി ആകുമ്പോൾ അതിന് ഒരുപാട് ഡ്രോബാക്സും കൂടി ഉണ്ട്. ആദ്യത്തെ ഡ്രോബാക്ക് എന്താണ്? ഈ 100-ൽ 33 മാർക്ക് നമ്മൾ എഴുതി വാങ്ങണം എന്നുള്ളത് ഫസ്റ്റ് ഡ്രോബാക്ക് ആണ്. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്താണ്? ഈ 4 ജില്ലകളിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ പറയുന്ന എക്സാം സെന്റേഴ്സ് വരുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ഡ്രോബാക്ക് ആണ്, നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ തോറ്റുപോയ, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫെയിൽ ആയി പോയിട്ടുള്ള വൺ ഓഫ് ദി സബ്ജക്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക. ഈ സെക്കൻഡ് ലാംഗ്വേജിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കിപ്പോൾ മലയാളമാണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാമിൽ ഹിന്ദി മാത്രമാണ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എഴുതാൻ പറ്റുക. അതായത് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചപ്പോൾ മലയാളം പഠിച്ച ഒരാളാണ്, പക്ഷെ ഓൺ ഡിമാൻഡ് എക്സാമിൽ നമുക്ക് എഴുതാൻ വേണം. പക്ഷെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഓൺ ഡിമാൻഡിൽ ഇല്ല. നമുക്ക് ഹിന്ദി മാത്രമാണ്. സെക്കൻഡ് ലാംഗ്വേജ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദി തന്നെ എഴുതണം, അത് ഓൺ ഡിമാൻഡിൽ എഴുതണമെങ്കിൽ. പക്ഷേ റെഗുലർ ആയിട്ട് എഴുതുന്നതിന് അങ്ങനത്തെ ഒരു ട്രബിളും ഇല്ല. നിങ്ങൾക്ക് മലയാളമോ ഹിന്ദിയോ സംസ്കൃതമോ അറബിയോ എന്ത് വേണേലും എടുക്കാം, അതിനൊന്നും ഒരു ട്രബിളും ഇല്ല. പക്ഷെ ഓൺ ഡിമാൻഡിൽ ഹിന്ദി മാത്രമാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി എക്സാം കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴാണ് റിസൾട്ട് വരിക. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാലാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുക. എക്സാം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരും. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റും കിട്ടും. മൊത്തം 4 മാസത്തിനുള്ളിൽ നമ്മൾ പരീക്ഷ 4ാമത്തെ മാസം നമ്മുടെ കയ്യിൽ ഈ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞ അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ സ്റ്റഡി സെന്റർ വഴിയാണ് വാങ്ങേണ്ടത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എവിടുന്നാണ് വിദ്യാർത്ഥികൾ വാങ്ങേണ്ടത്? സ്റ്റഡി സെന്ററുകൾ വഴിയാണ്. നമ്മൾ സ്റ്റഡി സെന്റർ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ, നമ്മൾ അവിടെ ചെന്നിട്ട് ID കാർഡ് കാണിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ NIOS പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ബേസ് എന്താണ് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ NIOS പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇക്വലന്റ് ആണോ, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, പ്രായപരിധി എങ്ങനെയാണ്, അഡ്മിഷൻ എങ്ങനെയാണ്, അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, ഇതിന് തിരഞ്ഞെടുക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വേർഷൻ, നല്ലൊരു വലിയ ഡിസ്കഷൻ തന്നെ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കോമന്റ് ബോക്സ് ഓപ്പൺ ആണ്. എന്ത് ക്വയറീസോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സിന്റെ അതുപോലെ തന്നെ വാട്സ്ആപ്പ് ലിങ്ക്, ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്യുക. നിങ്ങളുടെ ക്വയറീസ്, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. എന്ത് ഹെൽപ്പിന് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ വിദ്യ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. പലപ്പോഴും എഡ്യൂക്കേഷൻ ഇല്ലാതായി പോയതിന്റെ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ. അപ്പം ഒരു ഇഷ്യൂ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് എല്ലാ ഹെൽപ്പിനും, നിങ്ങളെ ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഹെൽപ്പിനും ഏൺ മാർക്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ see you guys on the next video. വെറും 6 മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ഏൺ മാർക്സ് ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ്. ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം. ഏൺ മാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. ഏൺ മാർക്സ്, your perfect learning partner.